ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സരസ്വതി ജീവനോടെയുണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി മാധവത്തിലേക്ക് ചെന്ന് രാധയ്ക്കും മഹേഷിനും കണക്കിന് കൊടുത്ത് മുകളിലെ റൂമിൽ ഒളിച്ചിരിക്കുന്ന സരസ്വതിനെ താഴോട്ട് വിളിക്കുന്നുണ്ട്. സരസ്വതിയെ ജീവനോടെ കണ്ട് ലക്ഷ്മി ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിന്നോണ്ട് മഹേഷിനോടായി പറയുന്നുണ്ട്, ഇനി പറയടാ, ഇതിലേതാ നിന്റെ അമ്മ? മഹേഷ് അമ്പരപ്പോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഒരേ വിഷമായപ്പോ കൺഫ്യൂഷൻ ആയല്ലേടാ നിനക്ക് എന്ന് മഹേഷിനോടായി പറഞ്ഞോണ്ട് ആരാ അമ്മ എന്നത് കുഞ്ഞിക്ക് സംശയമുണ്ടോന്ന് വീണയോടായി ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അറിയാമെന്ന് വീണ പറയുമ്പോഴേക്കും കനിക്കറിയാമോ ഇതിലാരാ നിന്റെ ചെറിയമ്മ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും എനിക്കും അറിയാം എന്ന് കനിയും പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ടീച്ചറമ്മയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും ടീച്ചറമ്മയും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി മഹേഷിനോടായി പറയുന്നുണ്ട്, ഇവരുടെ ഉള്ളിൽ എന്നും സരസ്വതി ഉണ്ടായിരുന്നു. ആ ചൂടും പിടപ്പും ഇവർക്കറിയാം, ഇവരത് തിരിച്ചറിയും. നിനക്ക് സരസ്വതി എന്നാൽ മാസം തോറും നീ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന നോട്ടുകളാ. നിനക്ക് അതിന്റെ ചൂടേ അറിയൂ. പിന്നെ നിന്റെ ബേക്കറിയിൽ ഉണ്ണിയപ്പം വിടാൻ വരുന്ന പാചകക്കാരി മാത്രമായിരുന്നു സരസ്വതി. പിന്നീട് രാധയോടായി, രാധേ, നീ എന്നെങ്കിലും നിന്റെ അമ്മയെ അമ്മയായി പരിഗണിച്ചിരുന്നോടി? നിനക്കും നിന്റെ ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പി തരുന്ന വേലക്കാരി മാത്രമായിരുന്നു സരസ്വതി. അതെല്ലാം നിങ്ങൾക്കായിട്ട് നിശബ്ദമായി അവൾ ചെയ്തു. എന്നിട്ടും നീ ആ ഇരുട്ടുമുറിയിലിട്ട് ഇവളെ പൂട്ടിയില്ലടി. ചത്തുന്ന മട്ടി തന്നെ നടന്നു. നിനക്കിതൊക്കെ എങ്ങനെ തോന്നിയടി? ജീവിതം കൊണ്ട് നിങ്ങൾക്കായി മാത്രം നിന്നതാ ഇവള്. നിങ്ങളെ അച്ഛനെന്ന് പറയുന്ന ഒരു മഹാനുണ്ടല്ലോ, അയാളെ അറിയോ? ഓരോ ദിവസവും ഇഞ്ച ചതയ്ക്കുന്നത് പോലെയാ ഇവളെ ഇടിച്ചിരുന്നത്. ഇടിയും തൊഴിയും ഏൽക്കാത്ത ഒരിടം പോലും ഇവളുടെ ദേഹത്ത് ബാക്കിയില്ല. പിന്നെ ഏതോ ഒരു സാറിനെ ചേർത്ത് പറയാത്ത അപവാദങ്ങളില്ല. അതിന്റെ മേലൊക്കെ അത്രമേൽ ഇവളെ പീഡിപ്പിച്ചു. മറ്റാരാണെങ്കിലും ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ ഇവളായിട്ട് പോയില്ല. എന്നിട്ട് വീണയോടായി, നീ കുഞ്ഞായിരുന്നപ്പോ അയാൾ കളഞ്ഞിട്ട് പോയി. ഇവളന്ന് എന്ത് ചെറുപ്പാന്നറിയോ? ഞാനായിരുന്നെങ്കിൽ വേറെ കല്യാണം കഴിച്ചേനെ. ഇവള് പക്ഷേ അതൊന്നും ചെയ്തില്ല. നിങ്ങൾക്കറിയോ അതെന്താന്ന്? നിങ്ങളെ മൂന്നിനെ ഓർത്ത് ഞാനൊരായിരം വട്ടം ഇവളോട് പറഞ്ഞതാ. ഇവൾ അന്നേരം പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ രാധയ്ക്കും എന്റെ മഹേഷിനും എന്റെ കുഞ്ഞിക്കും അച്ഛനില്ല, അപ്പൊ ഇവർക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ദേ ഇവള് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് സരസ്വതിയോടായി, എടി നീ പറഞ്ഞില്ലേടി, നുണയാണെങ്കി പറ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി. ടീച്ചറമ്മ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുമ്പോഴേക്കും മക്കൾക്കു വേണ്ടി മാത്രം ഒരു ജന്മം, അതിനുള്ളത് നിന്റെ മക്കള് വാരിക്കോരി തന്നല്ലോ. ഒടുവിൽ നീ ഒരു രേഖയും ഇല്ലാത്തവളായില്ലേടി. എന്തൊരു ഗതികെട്ട ജീവിതാടി നിന്റേത് എന്ന് സരസ്വതിയോടായി ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. അപ്പോഴേക്കും ലക്ഷ്മി വീണയെ വിളിച്ചോണ്ട്, വീണേ, അന്നത്തെ കോളിന് ശേഷം നീ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ മനസ്സിലാവും. നിന്നെ ഞാൻ വെറുതെ വിടുവാടി. എനിക്കറിയാം നീ പറഞ്ഞതെല്ലാം ഇവള് പറഞ്ഞിട്ടാണെന്ന്. നീ ടെൻഷൻ അടിക്കണ്ട എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ടീച്ചറും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി ടീച്ചർ അമ്മയുടെ അരികെ നിൽക്കുന്ന കനിയോടായി, കനിക്കുട്ടി, നീയാണ് നെറിയുള്ള പെൺകുട്ടി. എനിക്കറിയാം ഞങ്ങളുടെ ചേച്ചി നിന്നെ ഒരു കാലത്തും ഒട്ടും പരിഗണിച്ചിട്ടില്ലെന്ന്. പക്ഷെ ആ കുറവൊന്നും നിന്നെ ഇവൾ അറിയിക്കാതെ നോക്കിയിട്ടുണ്ട് ഇല്ലേ? എനിക്ക് കിട്ടിയതിന്റെ 10 ഇരട്ടി ഇവൾക്ക് തിരികെ കൊടുത്തിട്ടുമുണ്ട്. ഇങ്ങ് വാടി മോളെ, നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നെ ലക്ഷ്മി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും കനി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചോണ്ട്, നിനക്ക് പല ജന്മങ്ങൾ ഇതിന്റെ പുണ്യമുണ്ടാവും മോളെ. ഈ വീട്ടിലെ പലർക്കും നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നും ഇവിടെ വരുന്നത് ഇഷ്ടമല്ലെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് രാധയെയും മഹേഷിനെയും നോക്കിക്കൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്. ഈ വീട്ടിൽ വരാനും ഇവിടെ നിൽക്കാനും ഏറ്റവും അർഹതയുള്ളത് നിനക്കടി. അതുകൊണ്ട് ഏത് പാതിരാത്രിക്കും ഇവൾ അധികാരത്തോടെ ഇവിടെ കയറി വരും എന്ന് രാധയ്ക്കും മഹേഷിനുമായി ലക്ഷ്മി താക്കീത് കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി വീണ്ടും കനിയെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും ഉള്ളുകൊണ്ട് തരാത്ത സ്നേഹത്തിന്റെ എല്ലാ പരാതിയും വിഷമവും ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. താങ്ക് യു കുഞ്ഞ എന്ന് കനി പറയുമ്പോഴേക്കും ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചോണ്ട് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇനി നിങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് നിൽക്ക്, ഞാൻ ഇവളോട് മാത്രമായി ഒന്ന് സംസാരിക്കട്ടെ എന്ന്. അത് കേട്ട് വീണയും കനിയും രാധയും മഹേഷും പുറത്തേക്ക് പോകുമ്പോഴേക്കും ലക്ഷ്മി തന്റെ പരാതിയും പരിഭവവും ദേഷ്യവുമെല്ലാം ലക്ഷ്മിയോടായി ചോദിച്ചു തീർക്കുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് ഇത്രയും മുളിക്കാൻ എന്നാടി പഠിച്ചത്? ഞാനാകെ തകർന്നു പോയായിരുന്നു. പണ്ടേ ഞാൻ നിന്റെ അടുത്തുനിന്ന് എന്ത് മറച്ചാലും നീ എൻ്റെ അടുത്തൊന്നും മറയ്ക്കാറില്ലായിരുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിലെ ഈ വലിയൊരു കാലം നീ ഈ ലോകത്തിൽ ഇല്ലെന്നു കരുതി തന്നെ എനിക്ക് ജീവിക്കേണ്ടി വന്നില്ലേ? അതിൽ പരം എന്ത് ക്രൂരതയാടി നിനക്ക് എന്നോട് ചെയ്യാൻ പറ്റുക എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും ടീച്ചറമ്മ ആകെ സങ്കടത്തോടെ കരഞ്ഞോണ്ട്, എടി ഞാൻ ആകെ പെട്ടുപോയതല്ലച്ചു, ഒന്നും മനഃപൂർവ്വമല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നീ എന്നോട് ക്ഷമിക്കടി എന്നും പറഞ്ഞ് ടീച്ചറമ്മ ലക്ഷ്മിയുടെ നേരെ കൈകൂപ്പുന്നുണ്ട്. ഈ ലോകത്തിലുള്ള കാര്യം പലരും അറിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞില്ല. അത് പിന്നെ എനിക്ക് വിഷമമാവൂലേ? അതും നീ എന്റെ വേഷം കെട്ടി പല കളികളും കളിക്കുന്നു. എന്നിട്ടും നീ എന്നോട് അക്കാര്യം പറഞ്ഞില്ല.
നിന്റെ പുതിയ സാമർത്ഥ്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ രണ്ടാളും കാണുന്നത് പുറത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിലോ? ലക്ഷ്മിയും തീർന്നില്ലേ? എല്ലാം പിടിക്കപ്പെടുമായിരുന്നില്ലേ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും പലതും അന്നേരത്തെ ബുദ്ധി തോന്നിയതാ. പറ്റിപ്പോയിടിന്ന് ടീച്ചറമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട്. എവിടെ തുടങ്ങിയ ഒരു അന്തം വിട്ട ജീവിതത്തിന്റെ ബാക്കിയായി ഇതൊക്കെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് നിന്റെ തന്നെ പ്രശ്നമാണെന്നേ ഞാൻ പറയൂ. എത്ര പിള്ളേരെ പഠിപ്പിച്ചവളാ നീ? ആ പിള്ളേർക്കൊക്കെ വഴി തെളിച്ചവളല്ലേ നീ? ഇപ്പൊ മഹേഷും രാധയും കൂടെ ഒരു വിഡ്ഢിത്തം നിന്നോട് പറയുമ്പോ അത് നീ അനുസരിക്കുകയാണോ വേണ്ടത്? നാടിന് മാതൃകയായിട്ടുള്ള ഒരു ടീച്ചറാ, അതും അവാർഡ് വിന്നർ. എന്നിട്ടാണോ നീ നിന്നെ തന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു തീരുമാനം തെരഞ്ഞെടുത്തത് എന്ന് ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എടി അന്നേരം എന്റെ അവസ്ഥ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. മഹേഷും രാധയും കൂടി എന്നെ മേലത്തെ മുറിയിലേക്ക് മാറ്റുമ്പോ എനിക്ക് മാനസികമായും ശാരീരികമായും ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു. അത്രയ്ക്കും ക്ഷീണമായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ വന്നിറങ്ങുമ്പോ ഞാൻ കാണുന്നത് എന്റെ ഓർമ്മദിനത്തിൽ ഓരോരുത്തരും എന്നെ ഓർക്കുന്നതാ. അത് കണ്ട് സമനില തെറ്റിയതുപോലെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. എന്നെ കാണുമ്പോൾ മക്കൾക്കൊക്കെ വലിയ സന്തോഷമാവുന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് എന്തോ വലിയ തെറ്റായിട്ടായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. മടങ്ങി വരാൻ തോന്നിയതിന് മനസ്സാ ശപിച്ചാ ഞാൻ അന്നവിടെ കിടന്നുറങ്ങിയത്. പക്ഷേ എന്റെ ലച്ചു, ഞാൻ ഇവിടെ അങ്ങ് കുടുങ്ങിപ്പോയതാ എന്നൊക്കെ സങ്കടത്തോടെ സരസ്വതി പറയുമ്പോൾ അപ്പോൾ അടുത്ത ദിവസമെങ്കിലും നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മ പറയുന്നുണ്ട്, എടി ഞാൻ ഇവിടെ അങ്ങ് കുടുങ്ങിപ്പോയെന്ന്. ഇനി പഴയതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമ്മളിപ്പോ ഒന്നിച്ചു പുറത്തേക്ക് ഇറങ്ങുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് കേട്ട് ടീച്ചറമ്മ പേടിയോടെ, യോ അതൊന്നും നടക്കില്ല ലച്ചു. അതെടി കുഞ്ഞിയുടെ ലൈഫിനെ ബാധിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ അവളുടെ കുടുംബത്തിനിപ്പോ ആകെ പ്രശ്നങ്ങളാ. എടി ഞാൻ ഇക്കാര്യം ആദ്യം ഒന്ന് കുഞ്ഞിയോടും പിന്നെ മേരിക്കുട്ടിയോടും ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാടിന്ന് ടീച്ചറമ്മ കെഞ്ചുന്നുണ്ട്. അത് കേട്ട ലക്ഷ്മി ദേഷ്യത്തോടെ, ദേ ഇത് ശരിയാവില്ല സരസു, ഇനി നീയൊന്നും സമ്മതിക്കണമെന്നില്ല എന്ന് ലക്ഷ്മി പറയണ കേട്ട് ടീച്ചറമ്മ ടെൻഷനോടെ ലച്ചൊന്ന് വിളിക്കുന്നുണ്ട്. ഞാനേതായാലും ദേ ആ പിള്ളേരെ കൂടി വിളിച്ചിട്ടെ കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോവാ എന്ന് ലക്ഷ്മി ഉറച്ചു നിൽക്കുമ്പോഴും, എടി ലച്ചു പ്ലീസ് എനിക്കിത്തിരി സമയം താ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ടീച്ചറമ്മ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും പറ്റില്ല, നീ മിണ്ടരുത് എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി മഹേഷിനെ വിളിച്ചോണ്ട്, എടാ മഹേഷെ എല്ലാരും വിളിച്ചോണ്ട് അകത്തേക്ക് വാന്ന് പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് വരുമ്പോഴേക്കും ലക്ഷ്മി എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കാര്യങ്ങൾ ശിവരാമേട്ടനോട് പറയാൻ തീരുമാനിച്ചു. അത് കേട്ട മഹേഷ് ആകെ പേടിയോടെ, അയ്യോ വല്യമ്മാമ അറിഞ്ഞ എന്നെ തീർക്കുമെന്ന് പറയുന്നുണ്ട്. ടീച്ചറമ്മയും പറയുന്നുണ്ട്, ലച്ചു നീ ഇപ്പോൾ പറയണ്ട, ശിവരാമേട്ടൻ അറിഞ്ഞ എന്നോട് വെറുപ്പാവില്ലെന്ന്. എന്നായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. നീ ഇതിങ്ങനെ പറയാതിരുന്നാ നിനക്ക് ജീവിതത്തിൽ ശിവരാമേട്ടനോട് മിണ്ടണ്ടേ, സഹകരിക്കണ്ടേ എന്ന് സരസുവിനോടായി ചോദിച്ചോണ്ട് വീണയോടായി, കുഞ്ഞി ഇവൾ ഇനിയും ആ ഇരുട്ടുമുറിയിൽ ഇരിക്കണമെന്നാണോ നിന്റെ അഭിപ്രായം എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അമ്മ പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം കുഞ്ഞാ. അത് കാരണം ജോലി ഉൾപ്പെടെ എനിക്ക് നഷ്ടമാവുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് വീണ സങ്കടത്തോടെ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും ലക്ഷ്മി സരസുവിനോടായി ഇത് കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് രാധ പറയുന്നത്, കുഞ്ഞാ ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതിയാവുമെന്ന്. ഇത്രക്കാലം ഇത് ഒളിച്ചു വെച്ചതിന് എന്റെ കുടുംബജീവിതം പ്രശ്നത്തിലാവും. ഞങ്ങൾ രണ്ടുപേരെയും ജയിലിലാക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഈ കാര്യം എല്ലാരോടും പറഞ്ഞോ എന്ന് രാധ ലക്ഷ്മിയോടായി പറയുമ്പോഴേക്കും മഹേഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. മഹേഷ് അത് എടുത്തു നോക്കിക്കൊണ്ട് രേണുവാ വിളിക്കുന്നത്. അവരെല്ലാരും അമ്പലത്തിൽ പോയതാ, ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞിരുന്നു, കാണാഞ്ഞിട്ട് വിളിക്കുന്നതാന്ന് മഹേഷ് പറയുമ്പോഴേക്കും എടുത്ത് കാര്യം പറയടാന്ന് ലക്ഷ്മിയും. അത് കുഴപ്പമില്ല, അവർ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഞാൻ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോവാൻ തയ്യാറാവാ കുഞ്ഞ. രേണുവിൻ്റെ ഋതുവിൻ്റെ കാര്യങ്ങളെ കുഞ്ഞ് നോക്കണം എന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ട് മഹേഷ് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നിന്റെ ഈ മുതലക്കണ്ണീര് അതിച്ചിരി ഓവറാടാ. നിന്റെ ഈ അടവൊക്കെ ദേ അവളുടെ അടുത്ത് നടക്കും, എൻ്റെ അടുത്ത് നടക്കൂല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴേക്കും രാധയും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ബോഡി റിസീവ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളെ വിഷ്ണുവേട്ടൻ്റെ ജോലിയെ ബാധിക്കുമെന്ന്. അപ്പോഴേക്കും ടീച്ചറമ്മ ലക്ഷ്മിയോടായി പറയുന്നുണ്ട്, ലച്ചു വലിയ പ്രശ്നമാവുമെടി, എൻ്റെ 3 മക്കളുടെയും ജീവിതം തകരുമെടി. അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഇറങ്ങി നടന്നിട്ട് എന്താ കാര്യം? എടി ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ പ്രശ്നമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കൈ കൂപ്പുമ്പോഴേക്കും, കണ്ടോടാ ഇപ്പോഴും നിങ്ങളുടെ അമ്മ ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ചാ, നിങ്ങളെ സംരക്ഷിക്കാനാ. ഇവളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും ഇരുട്ടറയിൽ കിടക്കാനാ ഇവൾ നോക്കുന്നത്. ഇവൾ പുറത്തു വരാൻ തയ്യാറല്ല. ഇതാണ് അമ്മ എന്ന സ്നേഹം. നിനക്കൊന്നും ജീവിതകാലത്ത് ഒരിക്കലും ഇവളെ മനസ്സിലാവില്ല. ഇതാണ് അമ്മ തന്നെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തുമ്പോഴും മക്കൾക്ക് നൊന്തോന്ന് ആകുലപ്പെടുന്ന ഒരു മനസ്സാ ഈ അമ്മയുടേത്. വെറുതെയല്ല ഈ നാടിവളെ ടീച്ചറമ്മ എന്ന് വിളിച്ചത്. പക്ഷെ നിങ്ങളെ ഇവളെ അമ്മ എന്ന് വിളിക്കാൻ അർഹരയല്ല. ഇവൾ പുറത്തു വരണമെന്നാ എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവൾ കേൾക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. സരസു നീ ഇപ്പോഴും ജീവിക്കാൻ പഠിച്ചിട്ടില്ലടി.
എനിക്കതിൽ വിഷമമുണ്ട്. നീ നിന്റെ പാട് നോക്കി ചെയ്യടി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് മേരിക്കുട്ടി ടീച്ചറമ്മയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. സരസു, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാ. ഞാൻ നോക്കുമ്പോൾ നിന്നെപ്പോലെ സാരി ഉടുത്ത് ലക്ഷ്മി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എടി, ഞാൻ നീയാണെന്ന് കരുതി എല്ലാം അങ്ങ് സംസാരിച്ചു. എന്നാലും ലക്ഷ്മിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. അങ്ങനെയാ ഞാൻ പിടിക്കപ്പെട്ടത്. പിന്നെയാണെങ്കിൽ ഒക്കെ പറയേണ്ടി വന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ പറയുമ്പോഴേക്കും, കുഴപ്പമില്ല മേരി, ഇത് അനിവാര്യമായിരുന്നു. സത്യത്തിൽ വൈകിപ്പോയെന്നേ ഞാൻ പറയൂ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടും ലക്ഷ്മിയോട് പറഞ്ഞില്ല എന്നുള്ളത് ലക്ഷ്മിക്ക് ഒത്തിരി ഫീലായെന്ന് തോന്നുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും, അതെ, അതെന്നോട് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും അവൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി. എന്തായാലും ഇപ്പോൾ പെയ്തു തോർന്ന പോലെയുണ്ട്. മനസ്സിനൊരു സമാധാനം. അവളെന്നെ കുറെ ചീത്ത പറഞ്ഞു. അത് ഞാൻ കേൾക്കേണ്ടത് തന്നെയാ. അവൾക്ക് അത്രയും സങ്കടമായി. മേരി, നിനക്കറിയാലോ ഞാൻ മനഃപൂർവ്വം പറയാത്തതല്ലാന്ന്. അതിനിടെ അവൾ ശിവരാമേട്ടനെ വിളിച്ച് പറയാൻ നോക്കി. ഞാൻ പിന്നെ കയ്യും കാലും പിടിച്ച ഒന്ന് ഒഴിവാക്കിയത്. എൻ്റെ കുടുംബം തകരുന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി അകത്താവൂലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും, എടി, എന്തായാലും ഇതിനൊരവസാനം വേണ്ടേ? ശിവരാമേട്ടനൊക്കെ അറിയാതെ എത്ര കാലം നിനക്കിത് ഒളിക്കാനാവും? എടി, ഇതിപ്പോ അമേരിക്കയിലുള്ള ലക്ഷ്മി വരെ അറിഞ്ഞു. സരസു, വൈകുന്തോറും പ്രശ്നം കൂടുകയേ ഉള്ളൂ എന്ന് മേരിക്കുട്ടി ടീച്ചറും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവളായിട്ട് പറയില്ല, അതെന്തായാലും എനിക്കുറപ്പാ. പിന്നെ ഇന്ന് മഹേഷിനും രാധയ്ക്കും ഒരു ദയവുമില്ലാതെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും, അത് നന്നായിപ്പോയി. പണ്ടേ ഞാൻ 2 എണ്ണത്തിനും ഓങ്ങി വെച്ചതാ. പിന്നെ നിന്നെ വിചാരിച്ച് മാത്രമാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്, അറിയാവോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. എടി, എനിക്ക് എന്തോ വലുത് മുന്നേ വരാനുണ്ടെന്നൊരു പേടി തോന്നുന്നുണ്ട് എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.